ഇവറ്റോടൊക്കെ അധ്വാനിച്ചു കൊടുക്കണം. എന്നെ വേണം അടിക്കാൻ. കുഞ്ഞമ്മാമ എന്തിയമ്മേ? എന്താടാ? കണ്ടത്തിൽ വെള്ളം തിരിച്ചിട്ടെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോ തുള്ളി വെള്ളമില്ല. ഇന്ന് വിശേഷമായി പുട്ടും കടലയും പപ്പടവും. കുഞ്ഞമ്മാമ, പാടത്ത് വെള്ളം തിരിച്ചോ? എന്താ? കുന്തം ഉഴണ്ടതാണ്. പാടത്ത് വെള്ളം തിരിച്ചിടണമെന്ന് പറഞ്ഞിരുന്നു ഞാന്. എവിടെ? നെഞ്ചത്ത്. പാടത്ത് വെള്ളം തിരിച്ചോന്ന്. വെള്ള അല്ല, കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ കേൾക്കാൻ ചെവിയില്ല. ചെവി അടഞ്ഞു പോയിട്ടാടാ. തല കറങ്ങിയിട്ട് ചെവിക്കൊരടപ്പും മേലാകൊരു വേദനയും ഒരു പനിക്കോളും. വായടഞ്ഞു പോയിട്ടില്ലല്ലോ, അതെന്നെ മഹാഭാഗ്യം. രാസനാഥ് ഇരിപ്പുണ്ടോ അപ്പോളെ? നെറുകയിലൊന്ന് തിരുമാൻ. തോറ്റു ഞാൻ. എന്തിനാടാ ആ പാവത്തിനെ ഇങ്ങനെ ചീത്ത പറയണേ? പകയിലാണെങ്കിലും അമ്മാവൻ തന്നെയല്ലേ. ചെറുപ്പത്തിലേ അവൻ ഇങ്ങനെയാ, മേലനങ്ങില്ല. അവനും അതെ, അവന്റെ അച്ഛനും അതെ. അതുകൊണ്ടല്ലേ മുടിഞ്ഞു പോയത്. കെട്ടിയ പെണ്ണു വില ഇട്ടിട്ട് പോയില്ലേ? ഭാഗം കിട്ടിയത് വിറ്റ് നമുക്ക് തന്നുകൊണ്ട് 3 നേരം ഉണ്ട് കഴിഞ്ഞു. ഇല്ലെങ്കിലോ മോളെയും പിടിച്ച് തെരുവിലിറങ്ങി തെണ്ടടി വന്നേനെ. ഒന്നും മിണ്ടാണ്ടിരിക്കടാ. ആ പെണ്ണ് കേക്കണ്ട. അവൾ ഇവിടെ വേലക്കാരിയെ പോലെയാ പണിയെടുക്കണേ. അതാലോചിച്ചിട്ടാ ഞാനൊന്നും പറയാത്തെ. വേണ്ട വേണ്ടാന്ന് വെച്ചാലും ഇന്നെ പ്രാന്ത് പിടിപ്പിച്ച് ഓരോന്ന് പറയിപ്പിക്കും. തട്ടി വീഴരുത്. കണ്ണുണ്ണി, നിന്നെ ചെറിയച്ഛൻ പാടത്തേക്ക് അറിയട്ടെ. അച്ഛൻ അവിടെ. എന്തിനാടാ വെയിലുള്ള നിങ്ങടെ പോന്നേ? അമ്മാമ വന്നിട്ടുണ്ട്. ഏതമ്മാമ? നമ്മുടെ ഗോവിന്ദമാമേ. ഇതിനാണോ നിങ്ങടെ എന്നല്ലേ? നീ വയ്ക്കോ, ഞാൻ ഈ കണ്ട അങ്ങടെ ഉഴുതു മുട്ടിച്ചിട്ട് വന്നേക്കാം. ചെയ്തലിക്ക ഒരു 2 കാലം ഞാൻ പിടിക്കാം. ഓ വേണ്ട വേണ്ട, കാലിൽ വല്ല മുള്ളോ കല്ലോ കൊള്ളൂടാ. മുള്ളൊന്നും കൊള്ളില്ല എന്റെ ഏട്ടാ. മക്കളെടുത്തിട്ടേ ഓടിയേ, നടക്കാനല്ലേ പറഞ്ഞോളൂ. നിക്കൂ. പറഞ്ഞാലും കേൾക്കില്ല. പരിചയമില്ലാണ്ട് ചെളിയിൽ ചവിട്ടി നടന്നാലും കാല് വേദനിക്കൂടാ. സാരല്ലേ ഏട്ടാ. ഹൈ, ഒന്ന് അനങ്ങി നടക്കണ്ടേ മൂരിയെ. എന്റെ തോന്നലൊന്നുമല്ല. അല്ലെങ്കിൽ പാടത്തുനിന്ന് വരാൻ ഇത്ര നേരമൊന്നും വേണ്ട. എന്നോട് ഇത്തിരി സ്നേഹവും ബഹുമാനം ഉണ്ടെങ്കിലല്ലേ ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ ഓടി വരണ്ടുള്ളൂ. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. എല്ലാം എനിക്കറിയാം. കുഞ്ഞനായർക്കുള്ള സ്ഥാനം എനിക്കിവിടെ ഇല്ല. പറയുമ്പോ മുള്ളിയിപ്പ തെറിച്ച ബന്ധേ അവനുള്ളൂ. എന്നാലും അവന് ഇവിടുത്തെ ഞാൻ അന്യൻ. കുടുംബം വിറ്റ് കിട്ടിയ പണം എന്തോ തന്നു എന്നൊക്കെ പറയണം. അതുകൊണ്ടൊക്കെ രക്തബന്ധം ഉണ്ടാവൂ. അന്ന് ആ പണം കിട്ടിയത് കൊണ്ടാ ഈ കുടുംബം അന്യാധീനപ്പെട്ട് പോവാണ്ടിരുന്നത്. ഏട്ടൻ അറിയാലോ, ജപ്തി ചെയ്യാൻ കടലാസ് പതിപ്പിച്ചതായി ചെമറില്. അന്ന് ഞാനും എന്റെ മോനും ഏട്ടന്റെ കാല് പിടിച്ചതാ. ഞാൻ ഉണ്ടായിട്ടും തരാണ്ടിരുന്നു എന്നാ നിങ്ങളുടെ വിചാരം? പുറമേന്ന് നോക്കുമ്പോ തോന്നും ഗോയിനാർക്ക് പണം പൂത്ത് കെട്ടിരിപ്പാന്ന്. ഒന്നുമല്ല, എന്റെ കാര്യം എനിക്കറിയാം. അപ്പോ കുഞ്ഞനായർ പണം തന്നത് സ്നേഹം കൊണ്ടാന്നാ കരുതിയേക്കണേ? അല്ല, പണിയെടുക്കാണ്ട് ജീവിക്കാലോ അച്ഛനും മോക്കും. 10-15 കൊല്ലമായിട്ടൊരു കാര്യം അന്വേഷിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. അവറ്റയ്ക്ക് ലാഭം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കോ നിന്റെ മോനോ ഇല്ല. ഇവിടെ വാടാ. ആ, നാളെ കോടതിയിൽ നിൽക്കേണ്ടവനാ. കുട്ടികളുടെ കൂടെ ആ കളി. അവർക്ക് അവനെ ജീവനാ. എന്നെ വേണ്ട, ഒരു നിമിഷം അവന് സ്വൈര്യം കൊടുക്കില്ല. കള്ളി, കഞ്ഞിവെള്ളായും കുറച്ചും കൂടെ എടുത്തോളൂ. വല്യമ്മാവ ഇങ്ങടായിട്ട് വന്നതാണോ അതോ വേറെ വല്ലടിക്കും പോണ വഴിക്കോ? എന്താ, എനിക്ക് ഇങ്ങോട്ട് മാത്രമായിട്ട് വന്നൂടെ? അല്ല, അതല്ല, പതിവില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഞാനിങ്ങോട്ട് എന്തിനാ എപ്പോഴും വരണത്? നിങ്ങളാരും അങ്ങോട്ട് വരണില്ല, പിന്നെ ഞാനായിട്ട് എന്തിനാ വരണേ? എനിക്ക് ഇവിടെ നിന്ന് തിരിയാൻ നേരില്ലേ. ഇവർക്കും സുതയ്ക്കും വിജയനും വന്നാൽ എന്താ? കുടുംബത്തും കാര്യങ്ങളില്ലേ ഏട്ടാ? അതിന് മാനതില്ലേ? പിന്നെ അടുക്കള പണിക്കാണെങ്കിൽ കുഞ്ഞനാരുടെ മോളുണ്ടല്ലോ. ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ല. ആരായാലും എനിക്കൊരു വിരോധമില്ല. എത്ര മുറിച്ചാലും മുറിയാത്ത ആ രക്തബന്ധം, അത് മനസ്സിലാക്കിയാൽ മതി. വിജയം പഠിപ്പ് കഴിഞ്ഞ് വന്നു എന്നറിഞ്ഞ മുതലേ വരണം മരണം എന്റെ ഉള്ളിൽ തോന്നിയത് ആ രക്തബന്ധത്തിന്റെ ശക്തിയാ. പഠിപ്പ് കഴിയണതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ വിജയനും രാഘവനും രക്തബന്ധവും അല്ലേ? കുഴിച്ചിട്ടതൊന്നും മാന്തി നോക്കാനല്ല ഞാൻ വന്നത്. അവിടെ വീട്ടിലെ
രാജീവനൊരു ആലോചന വന്നിട്ടുണ്ട്. ആലത്തൂര് മാണിക്കോത്തുന്ന സ്ഥല കുടുംബ വേണ്ട സ്വത്തുണ്ട്. പെൺകുട്ടിയും കാഴ്ചക്ക് തിരക്കേടില്ല. കുട്ടിയുടെ ആങ്ങളെ ഒരാളെ ഇയമീര നല്ല നിലയാ. നമ്മുടെ പ്രിയയെ അയാൾക്കൊന്നും നോക്കാന്നാ പറയണേ. മാറ്റ കല്യാണേ രാജീവന്റെയും പ്രിയയുടെയും കാര്യങ്ങളെ ഒരുമിച്ച് കഴിയൂലോ. ഓഹോ, നിശ്ചയിച്ചോ? നിശ്ചയിച്ചില്ല. അങ്ങനെ ഒരു ആലോചന വന്നിട്ടേ ഉള്ളൂ. ഞാൻ ആലോചിച്ചപ്പോ ഇവിടെ ഉണ്ടല്ലോ കല്യാണപ്രായമായ രണ്ടാളെ, സുധയും വിജയനും പ്രിയയും തമ്മില് നല്ല ചർച്ചയും തോന്നി. പുറത്തുനിന്നൊരു ബന്ധത്തിലും നല്ലതല്ലേ നമ്മുടെ കുടുംബം തന്നെ ഉണ്ടാവണത്. എന്താ നിന്റെ അഭിപ്രായം? മാറ്റക്കല്യാണം എനിക്ക് വലിയ താല്പര്യമില്ല. മാറ്റക്കല്യാണം വരുന്ന എനിക്കും നിർബന്ധമൊന്നുമില്ല. വിജയനും പ്രിയയും തമ്മില് നല്ല പൊരുത്ത. ജാതകവും ഞാൻ നോക്കി. ഓ, ജാതകവും നോക്കിയോ? പിന്നെ ഒരു ആലോചന ഉണ്ടാവുമ്പോ അത് നോക്കാണ്ട് പറ്റുമോ? നമ്മുടെ കുടുംബങ്ങൾ തമ്മില് അറ്റുപോയ കണ്ണി വിളക്കി ചെറുക്കും ചെയ്യാലോ. അതിനിപ്പോ ഒരു കല്യാണം തന്നെ വേണമെന്നില്ലല്ലോ വല്യമ്മാമേ. ആലത്തൂര് മാണിക്കോത്തുകാര് കുടുംബക്കാരും പണക്കാരുമാ. അത് നടക്കട്ടെ. അവനോന് ചേർന്ന ബന്ധാ നല്ലത്. മേലേടത്ത് അച്ഛനാര് ചേറ്റയാ, മക്കളും അതെ. അഹങ്കാരം. ഇത്തിരി അഹങ്കാരം ഉണ്ടമ്മാമേ. എന്റെ അച്ഛൻ കേസ് നടത്തി തൊലഞ്ഞ കുടുംബായത്. മരിക്കുമ്പോ പുല്ലും പടയഞ്ചയും കയറിക്കിടന്ന കുറെ ഭൂമിയും മൂക്കോളം കടവും പൊട്ടിപ്പൊളിഞ്ഞ ഈ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ തള്ളയും ഞങ്ങൾ 4 മക്കളും ഒരു നേരം നിറച്ചുണ്ണാനില്ലാണ്ട് കഴിഞ്ഞ കാലം ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും രക്തബന്ധുക്കൾ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അവിടെ നീ കാണുന്നതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ. എന്റെ ചോര നീരുമായി കാണുന്നതൊക്കെ ആ അഹങ്കാരം ഉണ്ട്, സത്യ. നാക്കെടുത്ത് എങ്ങനത്തെ വർത്താനേ ഉള്ളൂ. നാണോന്ന് എന്നെ കുടിക്കിയത്? ഞാൻ കുടിക്കിയതൊന്നുമല്ല, എന്റെ പിന്നാലെ നടന്ന് എന്നെയാ വലയെ കുടിക്കിയത്. കുടുങ്ങിയ സ്ഥിതിക്ക് ഇനി ഏതായാലും നിന്നെ ഞാൻ വിടാൻ പോണില്ല. അയ്യോ, ആരെങ്കിലും കാണും. ഇത്ര പേടിയാണ് സുധയ്ക്ക്? എന്നാ പേടിയൊന്നും മാറ്റണല്ലോ. സുധേ! അയ്യോ, കുഴപ്പായി. വിനോദ് പൊയ്ക്കോ. ആരാ? എന്റെ ഒരു കസിനാ. പൊയ്ക്കോ പ്ലീസ്. നീ ആരോട് സംസാരിച്ചോണ്ട് നിന്നത്? എന്റെ ക്ലാസ്മേറ്റ് കുഞ്ഞേട്ടാ. നന്നായി നോണ പറയാനറിയാം. ആരടിയാണ്? എന്റെ ഫ്രണ്ടാ. ഫ്രണ്ട്? ഇനി എന്റെ കണ്ണിന് മുമ്പ് കണ്ടാലുണ്ടല്ലോ, ഞാൻ ഏട്ടനോട് പറഞ്ഞു കൊടുക്കും. തൊടിയിൽ ചുറ്റിക്കറാണ്ട് വാടി വീട്ടിലേക്ക്. എടി അമ്പികേ, ഈ മുണ്ടെന്നെടുത്ത് കുത്തിത്താടി. ഈ നാടകത്തിന്റെ ഒന്നും ആവശ്യമില്ല. നീ ഒന്ന് കുത്തിത്താടി. ആങ്ങളമാരെ അമ്മയൊക്കെ കാണുമ്പോ എല്ലാം മറന്നു പോരുത്. ഒരു 10,000-3000 ഒപ്പിക്കണം. നിങ്ങൾക്ക് അങ്ങോട്ട് വാ തുറന്ന് ചോദിച്ചൂടെ? നിന്നെ പോലൊരു മണ്ടി. എടി, ഞാൻ 1 2 പറഞ്ഞ് മുഴിഞ്ഞാ പിന്നെ അത് മുഴിച്ചില്ല. പിന്നെ മുറ്റത്ത് കയറാൻ പറ്റില്ല. നീ മുഴിഞ്ഞാലും പിടങ്ങിയാലും കുഴപ്പമില്ല, നിന്റെ വീടാ. അവകാശവും തന്നിട്ടില്ലല്ലോ. നടക്ക് നടക്ക്. ആഹാ, ഇതാരൊക്കെയാ? നിങ്ങളുടെ കാര്യം എപ്പ അങ്ങടെ ഓർത്തേ ഉള്ളൂ. ഇതൊന്ന് പിടിച്ചേ. അനുമോൾ അമ്മമ്മേ മറന്നാ? ഏട്ടൻ എന്തിയമ്മേ? അവൻ ചന്തയ്ക്ക് പോയി. എന്ത് വിൽക്കാനാണമ്മേ? നാളികേരാ? ഇത്തിരി നാളികേരുണ്ട്, ഇത്തിരി പച്ചക്കറിയുണ്ട്. ശ്രീകുട്ടിയെ, ഇതാരാ വന്നിരിക്കണേന്ന് നോക്കിയേ. ദിവാകരനിപ്പോ ജോലിക്ക് പോണ്ടല്ലോ ഇല്ലേ? ഒരാഴ്ച പോയാ ഒരാഴ്ച ലീവാ. ആരോഗ്യം അങ്ങോട്ട് ശരിയായിട്ടില്ല. കിട്ടുന്നത് മരുന്നിനേ ഉള്ളു എന്റെ അമ്മേ. ഇതൊക്കെ എന്തിനാണ് അമ്മയോട് പറയുന്നത്? ഇതായി മനുഷ്യന്റെ സ്വഭാവം. നമ്മുടെ വിഷമം എന്റെ ഏട്ടനോടും അമ്മയോടും അല്ലാണ്ട് ഞാൻ ആരോടാ പറയാ? അതിലൊരു മാനക്കേടും ഇല്ല. ഏടത്തെയും സുധയും എന്തേ അമ്മേ? അപ്പുറത്തുണ്ട്. വാ മോളെ. വന്ന കാലം നിക്കണ്ട, ഇരിക്കൂ ദിവാര. ഓ, ഇരുന്നോളാം.
ഉം. ആഹാ നീയായിരുന്നോ? ഉം. ഞാൻ വിചാരിച്ച ഏട്ടനാണെന്ന്. ബീഡി വലിച്ചൂലേ? ഓവ്, ബീഡിയല്ല, സിഗരറ്റ്. എന്തേ? എനിക്കൊന്നുമില്ല. വലിച്ച ക്യാൻസർ വരും, അത് മറക്കണ്ട. ഓ, അതെനിക്കറിയില്ല. നിന്നോട് ഇത് ആര് പറഞ്ഞു? വെറുതെ കളിയാക്കണ്ടാട്ടോ. എന്തൊക്കെ എടുക്കാനുള്ളതെന്ന് വെച്ചാ വേഗം എടുത്തിറങ്ങിക്കോ. ഈ മുറിക്ക് അവകാശികൾ എത്തിയിട്ടുണ്ട്. അമ്പയർത്തി വന്നോ? വന്നു. ഏട്ടനും കുട്ടികളും എല്ലാരും ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന് തൊട്ട് കുഞ്ഞമ്മാമയുടെ കൂടെ. ഉം. ഈ മുറിയുടെ അവകാശം തീരെ കിട്ടണമെങ്കിൽ കല്യാണം കഴിയണം. ഛോ. ചോറിത്രയുള്ളൂ. തികഞ്ഞില്ലേ? ആ സമയത്ത് അവരെടുത്ത് വന്നു കയറിയെന്ന ഒരു വിചാരമില്ല. നമുക്കില്ലെങ്കിലും സാരിയില്ല. ഏട്ടൻ വരുമ്പോ ഊണ് കൊടുക്കണ്ടേ? സാരമില്ല, നമുക്ക് ഇത്തിരി അരിയിടാം. കൊണ്ടുവയ്ക്കോ. കേസ് കിട്ടിയില്ലെങ്കിലും ദിവസം 2 ജാമ്യ കേസ് കിട്ടിയ കുറഞ്ഞത് 200 റുപ്യ വീഴും. പോരെ? പോരാ, വെറും 200 റുപ്യക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഏട്ടൻ പറയുന്ന പോലെ 2 കാളയെ പൂട്ടിയാ മതി. രാമൻകുട്ടി മേനെ പോലെ നല്ലൊരു വക്കീലാവണം. എടി അമ്പികേ, കേക്കടി, രാമൻകുട്ടി മേനോന്റെ ഒരു ഹിയറിങ്ങിന് 3000 കുറഞ്ഞ ഫീസില്ല. എന്റെ അമ്മേ, 3000? ആ, കളിക്കണ കളിയാ. കുറച്ച് ചോറിട്ട്. ഞാൻ എണീക്കണു, എന്റെ കൈ ഉണങ്ങി. എണീറ്റു എണീറ്റു. ഉണ്ണുമ്പോ എനിക്ക് സാവധാനം ഇരുന്ന് ഉണ്ണണം. എനിക്ക് ഇവിടെ വന്ന വിശപ്പ് കൂടുതലാ. അതിപ്പോ എവിടെ ചെന്നാലും കുറവൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം പനയൂർ ചെറിയച്ഛന്റെ മോളുടെ കല്യാണത്തിന് 2ാം മന്തി തുടങ്ങിയിട്ടും ദിവാരായിട്ട് ഇരുന്ന് തട്ട് തന്നെ. അവിടെ പിള്ളേര് കളിയാക്കി പറയണ കേട്ടപ്പോ എന്റെ തോലുരിഞ്ഞു പോയി. ഒന്നും മിണ്ടാതിരിക്കടി. കുഞ്ഞമ്മായി, അന്ന് നമ്മളൊരു പേരിട്ടില്ലേ, പീറ്ററപ്പായി. അതിന് ഇത്ര കളിയാക്കി ചിരിക്കാൻ എന്താ ഉള്ളേ? ഓടി അവിടുന്ന്. വയസ്സിന് മൂത്താരുടെ കളി പറയണേ. പിള്ളേരുടെ മുഖം കഴിയിക്കേ. വാ. മതി തിന്നത്. ഏയ്, അവളൊരു പൊട്ടത്തരം പറഞ്ഞതാടി. അതിന് നീ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. ഊണ് കഴിക്കുന്നത് അവരവരുടെ തൃപ്തിക്ക് കഴിക്കണം. ദിവാകരന് ഇഷ്ടം പോലെ കഴിക്കും. എന്നാ പിന്നെ ഞാനും ഒന്ന് കൈ കഴുകിയിട്ട് വരാം. മാലോ, ആ ദിവാകരൻ എപ്പോഴെത്തി? കുറച്ചു നേരമായി. ഇരിക്കു ദിവാകര. ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോ രാജാവ് വന്നാലും എഴുന്നേൽക്കണ്ടെന്നാ. എന്തേ കുഞ്ഞമ്മാമേ? വാസ്തവം. രാജാവ് വന്നാലും ഞാൻ എണീക്കില്ല. ഏട്ടൻ വന്നാ ഞാൻ എണീറ്റ് പോകും. ഇനി ഇരിക്കാലോ. 2 ദിവസം കൂടെ ഒക്കെ തീർത്തോളാം. എന്നിട്ട് ഉപ്പില്ല മുളകില്ലാന്ന് പരാതി. ഞങ്ങളാരും പുറത്ത് വിൽക്കുകയൊന്നുമല്ല. കുടുംബത്തെ ആവശ്യങ്ങൾക്ക് തന്നെ എടുക്കണേ. ഏട്ടനിരിക്കൂ. ആ, നമുക്ക് ഒരുമിച്ചിരിക്കാം. കുഞ്ഞമ്മാമ ഇരുന്നോട്ടെ. ആ എന്നാ കുഞ്ഞമ്മാമ വരുന്നോളൂ. കുഞ്ഞമ്മാമക്കല്ലേ വിശപ്പും ദാഹമൊക്കെ. ബാക്കി എല്ലാരും ഉണ്ടല്ലേ? ഇനിയിപ്പോ അരി ഇടാനൊന്നും നിൽക്കണ്ട. വിശന്നിട്ട് വയ്യ. അവലിരിപ്പില്ലേ ഇവിടെ? കുറച്ച് നനച്ചിട്ട്. നമുക്കിതൊക്കെ ശീലമല്ലേ? ഏ, വല്യമ്മാമയെ കണ്ടില്ലെന്നും പറഞ്ഞ് 2 ആൾക്കും വലിയ വിഷമം. എന്താണ് കൊല്ലം? എത്രയല്ലേ അവള്? പറയടി വല്യമ്മാമയോട്. 3ലേക്ക്. ഇവള് പഠിക്കാൻ മിടുക്കിയ. ഇവളെയും ചേർക്കണ ഇക്കൊല്ലം. ആ, കൊല്ലം ഉണ്ണിമൂനെയും ചേർക്കണം. വീട്ടിലെ ശല്യം കുറയുമല്ലോ. എന്റെ മക്കളെ കൊണ്ട് ഒരു ശല്യവും ഇല്ല. ഇവള് കലാകാരിയാ. പാട്ടൊക്കെ പാടും. വല്യമ്മാമയ്ക്ക് ഒരു പാട്ട് പാടി കൊടുക്കുമോളെ. Baba black sheep, have you any wool? Essa, 3 bags full. രണ്ടിനും എന്നെയും ദിവാരേട്ടനേക്കാളും ഇഷ്ടം വല്യമാമയാ. ഞാൻ പറഞ്ഞു 2 കൊല്ലം കൂടി കഴിഞ്ഞാ ഇവിടെ നിന്നോളെ. നിന്നോട്ടെ. മക്കൾക്ക് നിക്കണോ വല്യമാമയുടെ കൂടെ? വേണ്ട.
അപ്പൊ നീ പറയാറുള്ളത് നിക്കണോന്ന്? എന്താ എടുത്തി പാത്രത്തിൽ മൂടിക്കൊണ്ടുവരണത്? ഇത്തിരി അവല് നനച്ചതാ. ആ കുട്ടികൾക്ക് കൊടുക്കണേ. ദാ ചെല്ലേ, വല്യമ്മായി അവല് തരും. കുട്ടികൾക്ക് താഴെ കൊടുക്കാം, അങ്ങോട്ട് വന്നോട്ടെ. വേണ്ട, എന്റെ മക്കൾ അവല് കാണാണ്ട് കിടക്കൊന്നുമല്ല. ഒളിച്ചു കൊണ്ടുവന്നല്ലേ, തിന്നു. ആരെ വിളിച്ചു? നിന്നെ നിന്റെ പിള്ളേരെയാ? കഷ്ടാണ് അമ്പിയെ അങ്ങനെ പറയണത്. മാലതി, വടി. ഇനി എന്നോട് ചോദിക്കാതെ ഒരു സാധനം ഇവിടുന്ന് തിന്നിട്ടുണ്ടെങ്കിൽ അറിയാം. മാലു ആരല്ലടി, അവളൊരു പൊട്ടിക്കാളിയെന്നറിയില്ലേ നിനക്ക്? അവളറിഞ്ഞു ഇത് നമ്മുടെ ഉച്ചയൂണെന്ന്. നളിനിയോ? അവൾ അടുക്കളയിൽ ഇരുന്ന് കഴിക്കണം. അത് കണ്ട ഇനി അവിടെ ബഹളാവോ? എടുക്ക. കഴിക്കടി.